ഹായ് കൂട്ടുകാരെ, മലയാളം അക്ഷരങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി 3-ാം ക്ലാസ്സിലെ കേരള പാഠാവലി 1-ാം ഭാഗത്തിലെ കനകച്ചിലങ്ക എന്ന ആദ്യ യൂണിറ്റിലെ കാക്കിരി പൂക്കിരി എന്ന കവിതാഭാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പി.ടി. ഭാസ്കര പണിക്കരുടെ ഒരു കവിതയിലെ 2 വരികൾ നൽകിയിരിക്കുന്നത് നോക്കാം. അമ്മ ചൊല്ലിത്തന്ന ഭാഷ, ഞങ്ങൾക്കമ്മയെപ്പോലെ ഈ ഭാഷ. അമ്മ നമുക്ക് ചൊല്ലിത്തന്ന ഭാഷ നമ്മുടെ മാതൃഭാഷയായ മലയാളമാണ്. അമ്മയിലൂടെയാണ് നമ്മൾ മറ്റു ബന്ധങ്ങളെയും മനസ്സിലാക്കിയെടുക്കുന്നത്. അതുപോലെ മാതൃഭാഷയിലൂടെ മാത്രമേ നമുക്ക് മറ്റു ഭാഷകളെയും മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയൂ. അതായത് ഇവിടെ അമ്മയുടെ സ്ഥാനമാണ് മാതൃഭാഷയ്ക്കുള്ളത്. ഇനി കവിതയിലേക്ക് കടക്കാം. രാമകൃഷ്ണൻ കുമരനെല്ലൂരിൻ്റെ തൂവൽ എന്ന കവിതയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഇവിടെയുള്ളത്. രാമകൃഷ്ണൻ കുമരനെല്ലൂർ പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ 1969 ജനിച്ചു. പൊന്നാനി AV ഹൈസ്കൂളിൽ മലയാളം അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈച്ചയും പൂച്ചയും എന്ന കഥാപുസ്തകത്തിനും തൂവൽ എന്ന കവിതാപുസ്തകത്തിനും കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കാക്കിരി പൂക്കിരി. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻതുള്ളികളീ നാവിനു സമ്മാനം. കാക്കിരി പൂക്കിരി എന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇവിടെ വരുന്നില്ല. എന്നിരുന്നാലും അടക്കവും ഒതുക്കവും ഇല്ലാത്തത് എന്നൊക്കെയുള്ള അർത്ഥവും നമുക്ക് പറയാവുന്നതാണ്. ഇവിടെ തേന്മാവിൻ്റെ ഉയരത്തിലുള്ള കൊമ്പിൽ പഴുത്തു തുടുത്ത മാങ്ങകൾ തൂങ്ങിക്കിടക്കുന്നു. ഇത് കണ്ട് കുട്ടികൾ സന്തോഷം കൊണ്ട് ബഹളം വയ്ക്കുകയാണ്. മാങ്ങകൾ തൂങ്ങിക്കിടക്കുന്ന കൊമ്പിൽ കാറ്റ് വന്ന് തട്ടി 4-5 മാമ്പഴം തറയിൽ വീഴുന്നു. തേൻ പോലെ മധുരമുള്ള മാമ്പഴത്തിൻ്റെ രുചിയാണ് ഇവിടെ കുട്ടികളുടെ നാവിന് സമ്മാനമായി കിട്ടുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.